ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചെർപ്പ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ മെയ്ദിന റാലിയിൽ പങ്കെടുത്തു. പെരുമ്പള്ളിശ്ശേരി സെന്ററിൽ നിന്ന് ആരംഭിച്ച മെയ്ദിന റാലി പൂച്ചിനിപ്പാടത്ത് AKT ഏരിയ കമ്മിറ്റി ഓഫീസിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ AKT ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KS ബാലകൃഷ്ണൻ പതാക ഉയർത്തി. ഏരിയ സെക്രട്ടറി ജോസഫ്, ജയന്തി എന്നിവർ മെയ്ദിന സന്ദേശം നൽകി. നൂറുകണക്കിന് പ്രവർത്തകരാണ് മെയ്ദിന റാലിയിൽ പങ്കെടുത്തത്. ഇന്ന് ആ മെയ്ദിന റാലിയുടെ പ്രാധാന്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ AKT എന്ന ഈ പ്രസ്ഥാനം വിപുലമായിട്ട് പ്രവർത്തനം സജ്ജീകരിച്ചതിൻ്റെ ഒരു ഘടകമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്ന നമ്മുടെ വിജയകരമായ മെയ്ദിന റാലി. നമ്മൾ വളരെ ഭംഗിയായി തന്നെയാണ് നടത്തി തീർക്കുന്നത്. സാധാരണഗതിയിൽ കോടതി വിധി ഉണ്ടായിട്ടും ഐക്യ ട്രേഡ് യൂണിയൻ സമരങ്ങളിൽ AKTനെ ഉൾപ്പെടുത്താത്തതിന് വളരെ ലജ്ജ തോന്നുന്ന ഒരു സമയമാണിത്. കാരണം കോടതി വിധിയെയാണ് മറ്റ് CITU, INWC, BMS തുടങ്ങിയ തൊഴിലാളി സംഘടനകൾ അംഗീകരിക്കാതെ പോകുന്നത്. എന്തായാലും നാം അതിനെ ശക്തമായി പ്രതികരിക്കും. നമുക്ക് കിട്ടിയ കോടതി വിധി ഏത് സമരമുഖമായാലും ഏത് കാര്യത്തിലായാലും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഐക്യ ട്രേഡ് യൂണിയന്റെ സമരങ്ങൾ നടത്തുന്നതിന്. പക്ഷെ എന്തോ ഇപ്രാവശ്യവും നമ്മളെ ക്ഷണിച്ചിട്ടില്ല. അതിന്റെ മുഖ്യ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ബാഡ്ജും നമ്മളെ യൂണിഫോമും കൊടികളുമായി ചെല്ലുമ്പോൾ മറ്റുള്ളവരുടെ അത് വിഷമകരമായി തോന്നും. കാരണം അവർ നാമമാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് പേടിച്ചുകൊണ്ടാണ് നമ്മളെ ഇപ്പോഴും അവർ വിളിക്കാത്തത് എന്നാണ് മനസ്സിലാവുന്നത്.